പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട ഏതാനും ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കാന്തിക സ്വഭാവമുള്ള അലോയ് സ്റ്റീലിന് ഉദാഹരണം ഏത്? കാന്തിക സ്വഭാവമുള്ള അലോയ് സ്റ്റീലിന് ഉദാഹരണം ഏത്? അൽനിക്കോ. റെഡോക്സ് രാസപ്രവർത്തനത്തിലൂടെ രാസോർജം വൈദ്യുതോർജമാക്കുന്ന ക്രമീകരണം ഏത്? റെഡോക്സ് രാസപ്രവർത്തനത്തിലൂടെ രാസോർജം വൈദ്യുതോർജമാക്കുന്ന ക്രമീകരണം ഏത്? ഗാൽവനിക് സെൽ. താഴെ പറയുന്നവയിൽ ഗ്രീൻ എനർജി ഏത്? ബയോഗ്യാസ് ആണ് ഗ്രീൻ എനർജി. ന്യൂക്ലിയർ പവർ പ്ലാന്റിലെ ഊർജമാറ്റത്തിന്റെ ശരിയായ ക്രമം ഏത്? ന്യൂക്ലിയർ ഊർജം താപോർജമാകുന്നു, യാന്ത്രികോർജമായി മാറുന്നു, വൈദ്യുതോർജമായിട്ട് മാറുന്നു. ന്യൂക്ലിയർ ഊർജം, താപോർജം, യാന്ത്രികോർജം, വൈദ്യുതോർജം. വെള്ളെഴുത്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് എന്ത്? വെള്ളെഴുത്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ഒന്നുകൂടി, കാന്തിക സ്വഭാവമുള്ള അലോയ് സ്റ്റീലിന് ഉദാഹരണം അൽനിക്കോ. റെഡോക്സ് രാസപ്രവർത്തനത്തിലൂടെ രാസോർജം വൈദ്യുതോർജമാക്കുന്ന ക്രമീകരണം ഗാൽവനിക് സെൽ. താഴെ പറയുന്നവയിൽ ഗ്രീൻ എനർജി ഏത്? ബയോഗ്യാസ്. ന്യൂക്ലിയർ പവർ പ്ലാന്റിലെ ഊർജമാറ്റത്തിന്റെ ശരിയായ ക്രമം ന്യൂക്ലിയർ ഊർജം, താപോർജം, യാന്ത്രികോർജം, വൈദ്യുതോർജം. വെള്ളെഴുത്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് എന്ത്? കോൺവെക്സ് ലെൻസ്. OCR എന്നതിന്റെ മുഴുവൻ രൂപം എന്ത്? ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ എന്നാണ് OCRന്റെ മുഴുവൻ രൂപം. സർക്യൂട്ടുകളിൽ വൈദ്യുത ചാർജ് സംഭരിച്ചു വയ്ക്കാനും ആവശ്യാനുസരണം വിട്ടുകൊടുക്കാനും ഉപയോഗിക്കുന്ന ഘടകം. കപ്പാസിറ്റർ. പട്ടിക 1ഉം പട്ടിക 2ഉം ചേരുംപടി ചേർക്കുക. 1. വിസ്കോസിറ്റി, ശബ്ദമലിനീകരണം, കാന്തിക ഫ്ലക്സിന്റെ സാന്ദ്രത, പ്ലെയിൻ ആംഗിൾ അല്ലെങ്കിൽ സമതല കോൺ. പട്ടിക 2. റേഡിയൻ, പാസ്കൽ സെക്കൻഡ്, ടെസ്ല, ഡെസിബൽ. ഏതാണ് വരിക? വിസ്കോസിറ്റി കറസ്പോണ്ടിങ് ആയിട്ട് പാസ്കൽ സെക്കൻഡ് ആണ് വരിക. 1 പാസ്കൽ സെക്കൻഡ്. ശബ്ദമലിനീകരണം ഡെസിബൽ. 2. കാന്തിക ഫ്ലക്സിന്റെ സാന്ദ്രത ടെസ്ല. 3. പ്ലെയിൻ ആംഗിൾ അല്ലെങ്കിൽ സമതല കോൺ റേഡിയൻ. 4. പി 2D 3C 4A ആണ് വരുന്നത്. ഏതാണ്? ബി. 1B 2D 3C 4A. ബി ആണ് ആൻസർ. വിസ്കോസിറ്റി പാസ്കൽ സെക്കൻഡ്, ശബ്ദമലിനീകരണം ഡെസിബൽ, കാന്തിക ഫ്ലക്സിന്റെ സാന്ദ്രത ടെസ്ല, പ്ലെയിൻ ആംഗിൾ റേഡിയൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചലനജഡത്വത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? മാവിൻ കൊമ്പ് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടിട്ട് വീഴുന്നത് ചലനജഡത്വത്തിന് ഉദാഹരണമല്ല. മാവിൻ കൊമ്പ് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടിട്ട് വീഴുന്നത് നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ്. ഇനി ചലനജഡത്വത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷവും ഫാൻ ദളങ്ങൾ അല്പനേരം കൂടി കറങ്ങുന്നത്. ഓടിവരുന്ന അത്ലറ്റിന് ഫിനിഷിംഗ് ലൈനിന് അടുത്തെത്തിയാലുടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയാത്തത്. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ യാത്രക്കാർ മുന്നോട്ടു വീഴാനുള്ള പ്രവണത കാണിക്കുന്നത്. ഇതൊക്കെ ചലനജഡത്വത്തിന് ഉദാഹരണങ്ങളാണ്. മാവിൻ കൊമ്പ് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടിട്ട് വീഴുന്നത് നിശ്ചല ജഡത്വത്തിന്റെ ഉദാഹരണമാണ്. അപ്പോൾ ഒരു പദാർത്ഥത്തിലെ ഒരു തന്മാത്രയിൽ നിന്ന് മറ്റൊരു തന്മാത്രയിലേക്ക് താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതി. ചൂട് തട്ടുമ്പോൾ ഒരു പദാർത്ഥത്തിലെ ഒരു തന്മാത്രയിൽ നിന്ന് മറ്റൊരു തന്മാത്രയിലേക്ക് താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതി ചാലനമാണ്. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിനു ചുറ്റും ഒരു കാന്തിക ക്ഷേത്രം ഉണ്ടാകുന്നുവെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിനു ചുറ്റും ഒരു കാന്തിക ക്ഷേത്രം ഉണ്ടാകുന്നുവെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ്. ഒന്നുകൂടി, OCR എന്നതിന്റെ മുഴുവൻ രൂപം ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ. സർക്യൂട്ടുകളിൽ വൈദ്യുത ചാർജ് സംഭരിച്ചു വയ്ക്കാനും ആവശ്യാനുസരണം വിട്ടുകൊടുക്കാനും ഉപയോഗിക്കുന്ന ഘടകം കപ്പാസിറ്റർ. പട്ടിക 1ഉം പട്ടിക 2ഉം ചേരുംപടി ചേർക്കുക.
വിസ്കോസിറ്റി പാസ്കൽ സെക്കൻഡ്, ശബ്ദ മലിനീകരണം ഡെസിബൽ, കാന്തിക ഫ്ലക്സിന്റെ സാന്ദ്രത ടെസ്ല, പ്ലെയിൻ ആംഗിൾ റേഡിയൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചലനജഡത്വത്തിന് ഉദാഹരണമല്ലാത്തത് മാവിൻ കൊമ്പ് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടിട്ട് വീഴുന്നത്. ചലനജഡത്വത്തിന്റെ ഉദാഹരണങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്തതിനു ശേഷവും ഫാൻ ദളങ്ങൾ അല്പനേരം കൂടി കറങ്ങുന്നത്, ഓടിവരുന്ന അത്ലറ്റിന് ഫിനിഷിംഗ് ലൈനിന് അടുത്തെത്തിയാലുടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയാത്തത്, ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ യാത്രക്കാർ മുന്നോട്ട് വീഴാനുള്ള പ്രവണത കാണിക്കുന്നത്. ചൂട് തട്ടുമ്പോൾ ഒരു പദാർത്ഥത്തിലെ ഒരു തന്മാത്രയിൽ നിന്ന് മറ്റൊരു തന്മാത്രയിലേക്ക് താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതി ചാലനം. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിനു ചുറ്റും ഒരു കാന്തിക ക്ഷേത്രം ഉണ്ടാകുന്നുവെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ്. പട്ടിക 1ഉം 2ഉം ചേരുംപടി ചേർക്കുക. പട്ടിക 1, ഒരു കല്ല് ചരടിൽ കെട്ടി കൈകൊണ്ട് കറക്കുമ്പോൾ കൈയിൽ അനുഭവപ്പെടുന്ന ബലം. ചുറ്റിക കൊണ്ട് ആണി അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലം. ഗ്ലാസിൽ വെള്ളം പറ്റിപ്പിടിപ്പിച്ചിരിക്കുന്നതിന് കാരണമായ ബലം. 2 വെള്ളത്തുള്ളികൾ ചേർന്ന് ഒന്നാകാൻ കാരണം. പട്ടിക 2, അപകേന്ദ്ര ബലം, അഡ്ഹീഷൻ, കൊഹിഷൻ, ആവേഗബലം. ഒരു കല്ല് ചരടിൽ കെട്ടി കൈകൊണ്ട് കറക്കുമ്പോൾ കയ്യിൽ അനുഭവപ്പെടുന്ന ബലം എന്താണ്? അപകേന്ദ്ര ബലമാണ് 1. ചുറ്റിക കൊണ്ട് ആണി അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലം എന്താണ്? ആവേഗബലം 2. ഗ്ലാസിൽ വെള്ളം പറ്റിപ്പിടിച്ചിരിക്കുന്നതിന് കാരണമായ ബലം അഡ്ഹീഷൻ 3. 2 വെള്ളത്തുള്ളികൾ ചേർന്ന് ഒന്നാകാൻ കാരണം എന്താണ്? കൊഹിഷൻ 4. 1A 2D 3B 4C. ഒന്നാമത്തെയാണ് എ ആണ് ആൻസർ. 1A 2D 3B 4C. ഹ്യൂമിഡിറ്റിയുടെ ഏറ്റവും ഉയർന്ന മൂല്യം. ഹ്യൂമിഡിറ്റിയുടെ ഏറ്റവും ഉയർന്ന മൂല്യം 100 ആണ്. 100. പെരിസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ദർപ്പണം. പെരിസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ദർപ്പണം സമതല ദർപ്പണം. സമതല ദർപ്പണം. ഗാർഹികാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണ്? ഗാർഹികാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണ്? 230. 230. ഒന്നുകൂടി, പട്ടിക 1ഉം പട്ടിക 2ഉം ചേരുംപടി ചേർക്കുക. ഒരു കല്ല് ചരടിൽ കെട്ടി കൈകൊണ്ട് കറക്കുമ്പോൾ കയ്യിൽ അനുഭവപ്പെടുന്ന ബലം അപകേന്ദ്ര ബലം. ചുറ്റിക കൊണ്ട് ആണി അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലം ആവേഗബലം. ഗ്ലാസിൽ വെള്ളം പറ്റിപ്പിടിച്ചിരിക്കുന്നതിന് കാരണമായ ബലം അഡ്ഹീഷൻ. 2 വെള്ളത്തുള്ളികൾ ചേർന്ന് ഒന്നാകാൻ കാരണം കൊഹിഷൻ. ഹ്യൂമിഡിറ്റിയുടെ ഏറ്റവും ഉയർന്ന മൂല്യം 100. പെരിസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ദർപ്പണം സമതല ദർപ്പണം. ഗാർഹികാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണ്? 230. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ്. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.